ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കണം, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഷരുല് കല്യാണ ദിവസമാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്, ഗംഗു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മൾ അതിഥിയുടെ ഒരു ഇൻസ്പയർഡ് ലുക്കാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ഉള്ളത്. പക്ഷേ മിക്കവാറും ആ ഒരു ലുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് മാറ്റണ്ടാവും. കല്യാണത്തിന് പോണ സമയത്ത് ഇത് ഞാൻ എന്തായാലും മാറ്റണ്ടാവും. കാരണം എനിക്ക് ഭയങ്കര ഇവിടെ കിടന്നൊരു സാധനം ഇങ്ങനെ ആടി ആടി തട്ടി തട്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്ക് മേക്കപ്പ് നല്ല എളുപ്പമായിരുന്നു. ഹെയർ സ്റ്റൈൽ പിന്നെ കുറേ കൂടി എളുപ്പമാണ്, കാരണം അതിൽ ഭയങ്കര സിമ്പിൾ ലുക്കല്ലേ. പക്ഷെ തീരെ ഉറങ്ങാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഒരു സമയമായി. എപ്പോഴാണെന്ന് ഞാൻ ഓർക്കായിരുന്നു. കിടന്നപ്പോൾ തന്നെ 12 മണിയായി തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് 4 മണിയപ്പോൾ എണീറ്റു, റെഡിയായി. അപ്പം നമുക്ക് പോയി ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും ശരി ഇങ്ങോട്ട് വരും, കല്യാണ സമയമാവും. അപ്പോൾ പിന്നെ എനിക്കെന്തായാലും അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തെവിടെയെങ്കിലും നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മണ്ഡപത്തിലേക്ക്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. കഴിഞ്ഞ 2-3 ദിവസം വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല. പക്ഷെ നമ്മൾ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൈലാഞ്ചി ഇട്ടത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, കിട്ടുന്നതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എണീറ്റ് റെഡിയായൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ 6:30 ആയിട്ടോ. ആദ്യം ഞാൻ വന്നു. അപ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗംഗ എത്തും. എന്നിട്ട് അവളുടെ ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഷൂട്ട് ചെയ്യാം, ഒരു കൊളാബ് പോലെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ധാവണിയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ധാവണി ഇട്ടിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഷരുവിൻ്റെ കല്യാണം. എന്ന് വെച്ചാൽ കല്യാണം ഇവിടെ അമ്പലത്തിലാണ്, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഈ റിസോർട്ടിലാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവർ ലൊക്കേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ. രാവിലെ നേരത്തെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ അവിടുത്തെ ആ പൂളിൻ്റെ അവിടെയും പിന്നെ ആ ഗാർഡൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഏകദേശം ധൃതി പിടിച്ചിട്ടാണെങ്കിലും അതിഥിയുടെ ആ ലുക്ക് പോലെ തന്നെ പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ധൃതിക്കായതുകൊണ്ട് എത്ര കണ്ടും പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്തെടുക്കില്ലേ, ഇത് തന്നെ ഔട്ട്ഫിറ്റ് ഒരു സ്ഥലത്തുനിന്ന്, പിന്നെ മാലയും കമ്മൽ വേറെ സ്ഥലത്തുനിന്ന്, ബാക്കി ആക്സസറീസ് വേറെ സ്ഥലത്തുനിന്ന്, പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഹെയറൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു അതേപോലെ തന്നെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. അവർ പോസ് ചെയ്ത പോലെ തന്നെ പോസ് ചെയ്യാനായിട്ട്. എന്നാലും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗംഗയ്ക്ക് തീരെ വയ്യായിരുന്നു. അവൾ ഒരു തവണ വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവളുടെ വേഗം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ചുള്ളത് ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ ഇരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗംഗയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നരച്ച മുടി പോലെ തോന്നുന്നു. ആ വാക്സ് ഇട്ടിട്ട് ഇതാക്കിയതാണ്. ഒരു നിവർത്തില്ല, ഇങ്ങനെ കുരുകുരുന്ന് ചെറിയ മുടികൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ നടുവച്ചിലിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ കുരുകുരേന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസമില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇൻസ്പയർഡ് ലുക്കല്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ അതൊരു അഭംഗിയില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വാക്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒരുവിധം ഓടിപ്പിടഞ്ഞാണ് കേട്ടോ വന്നത്. നിങ്ങളുടെ രസമുണ്ടല്ലേ. ഞാൻ ഒറ്റ കളറില്ല കേട്ടോ, നമ്മുടെ അതിഥിയുടെ അതേപോലെ തന്നെ മാക്സിമം അങ്ങനെ തന്നെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ വെളിച്ചത്തിൽ. സെറ്റായോ? അതെ, ഗംഗയുടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുമിച്ചുള്ള ഷൂട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെയുണ്ട്, കൊള്ളാം. മുഖമൊക്കെ മറച്ചിടിക്കുന്നത് സെറ്റാണ്. ഓക്കെയാണ്, നീ ഒരുമിച്ചുള്ള എടുക്കാം. ഗംഗയുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറും നല്ല രസമുണ്ടല്ലേ. നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡ്. ഇത് ഈ കളറിൽ ഇപ്പോൾ സാരിയൊക്കെ എടുത്താലും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ നമ്മൾ ഷരുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ അത് കഴിക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഹായ് ഗായ്സ്. അയ്യോടാ പാവം, എല്ലാവർക്കും വയ്യ. അയ്യോടാ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഷരു റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവളുടെ ടെമ്പിൾ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മുടെ കസവിൻ്റെ ആ ഒരു തീമിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് മജന്ത വളയാണ് കൊടുത്തിട്ടുള്ളത്. ഹെയർ സ്റ്റൈലും മേക്കപ്പും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അവൾ അമ്പലത്തിലേക്ക് പോവല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഷരുവിൻ്റെ കല്യാണം ഇത് ഷൂട്ട് ചെയ്ത് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷരുവിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് സങ്കടമായിപ്പോയി കല്യാണം കാണാൻ പറ്റാത്തത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, കുഴപ്പമില്ല. മാത്രമല്ല എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നുണ്ടായിരുന്നു. 10-12 ദിവസം മുമ്പ് പീരിയഡ്സ് ആയില്ലേ. 10 ദിവസത്തിനെക്കാട്ടും മുന്നേ പീരിയഡ്സ് ആയി. അപ്പോൾ അതിൻ്റെ
നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ നേരത്തെ വരുമ്പോൾ ഭയങ്കര പെയിനല്ല, അതുപോലെ ലേറ്റായിട്ട് വരുമ്പോഴും ഭയങ്കര പെയിനല്ല. എനിക്ക് തോന്നി മൊത്തം ഈ എക്സൈറ്റ്മെൻറ്റും മൊത്തത്തിൽ ഹെക്ടിക് സ്കെഡ്യൂളില്ലേ, ഭയങ്കര ഹെക്ടിക്കായിരുന്നില്ലേ, ഉറക്കം നേരെയില്ല, ഭക്ഷണം നേരെയില്ല എന്നൊക്കെയുള്ള രീതിക്കായിരുന്നു. ഇതിനെക്കാണ്ടും മുന്നും എനിക്ക് കുറേ ഷൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് ആണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം തോന്നുന്നു. എന്തായാലും നമുക്കിപ്പോൾ ഇനിയൊന്ന് ഹെയർ സ്റ്റൈൽ മാറ്റാം കേട്ടോ. കാരണം കല്യാണത്തിന് എനിക്ക് ഇങ്ങനെ ഇത്ര മെടഞ്ഞ് അങ്ങനത്തെ ഇത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന്, എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ തന്നെ കേട്ടോ ഇത്. എനിക്കറിയാം എല്ലാവരും മാറ്റാൻ പറയുന്നുണ്ട്, ഞാൻ മാറ്റാം. എനിക്കിങ്ങനെ ക്രിമ്പ് ചെയ്താൽ പിന്നെയും പറ്റും. അത്രയും കണ്ട് ഹീറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. നമുക്ക് മിനിമം ഹീറ്റ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന സിമ്പിൾ ഹെയർ സ്റ്റൈലാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിരിച്ച് അതങ്ങ് സെറ്റാക്കി. എന്നിട്ട് പിന്നീ കൂടെ ഇത് വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് പിൻവശം കാണാത്ത പോലെ പിൻവശം കാണാത്ത കാരണം അതത്ര റെഡി ആവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഒരുവിധം സെറ്റാക്കി. അപ്പോഴേക്കും ഗംഗ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് തീരെ വയ്യായിരുന്നു. കുറേ പേർക്ക് വയ്യ, അരവിന്ദനും ഭയങ്കര പനിയായിരുന്നു, ബാക്കി എല്ലാവർക്കും കുറേ പേർക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വന്ന സമയത്ത് തൊണ്ടവേദന ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് മാറി കേട്ടോ. ഗംഗ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇത്ര ആക്സസറീസും ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങളെന്തായാലും മണ്ഡപത്തിലേക്ക് പോവാണ്. അവൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോഴേക്കും അത് സെറ്റ് ആവുന്നുണ്ടാവും. ഞങ്ങൾ മണ്ഡപത്തിൽ റിസോർട്ടിലെത്തിയപ്പോഴേക്കും ഉണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഫുൾ ലൈക്ക് മറ്റേ ആ ഡെക്കോറൊക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും ഉണ്ണിയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഉണ്ണിക്ക് പിന്നെ കുഴപ്പമില്ല, അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് വരാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ മൊത്തം ഈ ഡെക്കോറും അതേപോലെ ഞാനും ഉണ്ണിങ്ങനെ പറയാമായിരുന്നു എന്തുമാത്രം എഫേർട്ടാണ് ഇത്ര കണ്ടും ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള രീതിക്ക് മാത്രമല്ല, അത് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശരണിക്ക് നല്ല സ്കില്ലാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഇവൻറ്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യാനും അപ്പോൾ അതിന് വേണ്ട രീതിയിൽ ആക്സസറീസൊക്കെ ഇതാക്കാൻ ലൈക്ക് മൊത്തം ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര കഴിവാണ്. പിന്നെ ഇതേ നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത യൂട്യൂബേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിച്ചു, പരിചയം പുതുക്കൽ അല്ലേ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചിങ്ങനെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ചില്ല് ചെയ്ത് ശരണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരണി ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനുള്ള രീതിക്ക് ഞങ്ങളിങ്ങനെ എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. അവിടെ ഒരു റൂമിലാണ് റെഡി ആവണേ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോഴേക്കും അനന്തും ലൈക്ക് ചെക്കൻ്റെ വീട്ടിലത്തെ എല്ലാവരും വന്ന്, അത് ഭയങ്കര ഓളാണ്, ഫുൾ എല്ലാവരും നല്ല ഡാൻസും നല്ല വൈബായിരുന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെണ്ടമേളം ഉണ്ടായിരുന്നു, അത് ഭയങ്കര നല്ല രസമായിട്ടുണ്ടായിരുന്നു, നല്ല വൈബായിട്ടുണ്ടായിരുന്നു. ചെണ്ടമേളത്തിൻ്റെ ഒപ്പം തന്നെയാണ് ചെക്കൻ്റെ വീട്ടുകാർ വരികയും ഒക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ശരണ്യനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് അപ്പോഴേക്കും ശരു വന്നു. ആ റിയാക്ഷൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ അതന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു അവളുടെ ഔട്ട്ഫിറ്റ്. മൊത്തത്തിൽ സാരി ആണെങ്കിലും ആ ബ്ലൗസും ആക്സസറൈസ് ചെയ്ത രീതി, മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് നല്ല ഇങ്ങനെ ചേർന്ന് വരിക എന്ന് പറയില്ല, എല്ലാം ആ രീതിക്കെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ശരണ്യ മുന്നിൽ നടക്കാറുണ്ട്, ശരണ്യ അനന്തും കൂടെ മുമ്പിൽ നടക്കാം, നമ്മളിങ്ങനെ പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ കണ്ടോ ഫ്യൂഷൻ, ഞാൻ പറഞ്ഞില്ലേ ഒരു വയലിൻ, ഈ മോളുടെ ഒരു വയലിൻ്റെ ഇതുണ്ടായിരുന്നു, അതേപോലെ ചെണ്ടമേളം രണ്ടും കൂടി ഒരു ഫ്യൂഷൻ ഇതുണ്ടായിരുന്നു. അത് തന്നെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും തന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂനെ കണ്ടോ? അമ്മൂനെ വലിയ ആളെപ്പോലെ പെട്ടെന്ന് സാരിയും ബ്ലൗസും അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റായി വന്നപ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഒരു മെച്യൂർ ലുക്കല്ലേ അങ്ങനെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കാത്തിരുന്നിരുന്നൊരു വെഡ്ഡിങ്ങാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു റിലേഷൻ അറിയാം, ഇത്രയും വർഷത്തെ റിലേഷനാണ്, 10 വർഷത്തെ റിലേഷൻ. അതിങ്ങനെ കല്യാണത്തിൽ വന്ന് ചേരുന്ന അങ്ങനെ ഇത്ര ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്, ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. അത് ഭയങ്കര സന്തോഷവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ നമ്മൾ കണ്ട് പിന്നെ നമുക്ക് ഫുഡ് അടിയിലേക്ക് പോവാം. സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം കഴിച്ചിട്ടുണ്ടായിരുന്നു. ബോളി ഉണ്ടായിരുന്നു. ബോളി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അതും ബോളിയും പായസം കൂടി എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്കറിയാം കുറേ പേർക്ക് ഞാനത് പറയണത് ദേഷ്യമായിരിക്കുന്നത്, പക്ഷെ എൻ്റെ പോലെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതായിരുന്നു ഉണ്ണിയും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇഷ്ടമല്ലാത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലേസിലെടുത്ത് ഞാൻ പറയാമായിരുന്നു സദ്യ കഴിച്ചിട്ട് വയറിങ്ങനെ ഇരിക്കണമെന്നുള്ളത്. ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് ഉണ്ണി പോവുകയാണ്. ഉണ്ണി ഇനി മിക്കവാറും നാളെ വരും. അപ്പോൾ നമുക്കിനി ശരുവിൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അയ്യോ, അപ്പോഴത്തേക്ക് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞു, നമ്മുടെ ശരുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഹലോ, ഇടാരത് അങ്ങോട്ട് വന്നില്ലായിരുന്നോ?
അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റിസപ്ഷന് പോവാണ്. റിസപ്ഷന് ഞാനൊരു ഡ്രേപ്പ് സ്കേർട്ടും ടോപ്പുമാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വന്നോളൂ. എന്താണത്? കഞ്ഞി. വയ്യാത്ത ആളുകൾക്ക് കഞ്ഞി. അപ്പോൾ നമുക്ക് റിസപ്ഷന് പോവാട്ടോ. പോയിട്ട് വേണം നമുക്ക് ഫൈനലൊക്കെ എടുക്കാനായിട്ട്. ഇതിലെ ഞാൻ ഐഷാഡോ അല്ല ഐലൈനറായിട്ട് ഒരു കളേർഡ് ലൈനർ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഉടുപ്പിൻ്റെ ഒപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഈ സൈഡിൽ ഇവിടെ വിളിച്ചു എന്നിട്ട് നമ്മൾ ഷരുൻ്റെ റിസപ്ഷൻ്റെ അവിടെ എത്തി. അപ്പോൾ ആദ്യം തന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഹെൽത്തി ഫുഡ് കണ്ടിട്ട് ഇങ്ങനെ കൊതിയായിട്ട് അപ്പോൾ തന്നെ ഞാൻ കുറേ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. എന്നിടല ശരണ്യെ കാണാൻ നല്ല ടയേർഡായിട്ട്. അപ്പോൾ ഇത് 4ാമത്തെ ഔട്ട്ഫിറ്റ് ചേഞ്ചാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ടെമ്പിൾ ലുക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു വാടാർമല്ലി ഷെയ്ഡിലുള്ള മെയിനായിട്ടുള്ള കല്യാണ സാരി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു റെഡ് സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ സാരി. അങ്ങനെ 4 സാരിയും 4 മൊത്തത്തിലെ ചേഞ്ച്, മേക്കപ്പിലും ഹെയറിലും ഒക്കെ ചേഞ്ച് ഉണ്ടല്ലോ. ഞാൻ സമ്മതിക്കണം. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറേ ഇങ്ങനെ ചായ, ഡിഫറെൻറ്റ് വെറൈറ്റി ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് നല്ല ഡെക്കോറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല ഓളായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബ് കല്യാണവും വൈബ് റിസപ്ഷനും. അയ്യോ, അങ്ങനെ റിസപ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇനി മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങുക. എനിക്ക് നാളെ 1-2 പരിപാടിയുണ്ട്. ഔട്ട്ഫിറ്റ് എടുക്കാനുണ്ട്. നമുക്ക് 7-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ഇൻഫ്ലുവൻസേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് എടുക്കാനുണ്ട്. അത് ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുള്ളതാണ് ഒരു ബുട്ടീക്കിന്. അതെടുക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയ വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കണം. അപ്പോൾ അതിന് പോകാണ്ട് നാളെ. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ പരിപാടി. മറ്റന്നാൾ രാത്രിയാവും പരിപാടി കഴിയുക. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ തന്നെ പോകണം. ഞാൻ ഇമ്മക്കുട്ടീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും വരാൻ നിന്നിരുന്നതാണ് കല്യാണത്തിന്. ഇമ്മക്കുട്ടിയും കൂടി വരാൻ നിന്നിരുന്നത്. പക്ഷെ അവിടെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വരാണ്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളതായിരുന്നു. അങ്ങനെ അപ്പോൾ ഇനി ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കസിൻ്റെ വെഡിങ്ങിന് പോലും നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശരി അങ്ങനെ പോയി നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഇത്രയും ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നിന്ന് ഇത്രയും ഫങ്ഷൻസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കല്യാണം കണ്ടപ്പോൾ എന്നുവെച്ചാൽ മണ്ഡപത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മനസ്സ് നിറഞ്ഞു. അവിടെയുള്ള എല്ലാവരും എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ശരുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ ഔട്ട്ഫിറ്റ്സും എല്ലാം നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഡെക്കോറാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.